ഹലോ, ആരി വർക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലൗസൊക്കെ ഡിസൈൻ ചെയ്യാൻ കൂടുതലും യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് സ്റ്റോൺ ചെയിൻ. അപ്പോൾ അത് ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നതിനേക്കാളും കൂടുതൽ സെക്യൂറായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു സ്റ്റോൺ ചെയിൻ ഇതുപോലെ ഒന്ന് ക്ലോത്തിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് നൈലോൺ ത്രെഡ് വെച്ചിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സാധാ നോർമൽ ത്രെഡോ അല്ലെങ്കിൽ സിൽക്ക് ത്രെഡോ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള കളർ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ത്രെഡ് വെച്ചിട്ട് നമുക്കെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഒരറ്റത്തു നിന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം ഒരു ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സ്റ്റോൺ ചെയിനിൻ്റെ ഓരോ ഗ്യാപ്പിലായിട്ടാണ് നമ്മൾ ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതുപോലെ ഗ്യാപ്പ് വരുന്ന ഭാഗത്തായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഗ്യാപ്പിലൂടെ ഇപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് എടുക്കുക. ശേഷം അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. വീണ്ടും അടുത്ത ഗ്യാപ്പ് എവിടെയാണോ വരുന്നത് അവിടെയായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റിച്ച് കൊണ്ടുപോവുക. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. നോർമലി നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. അതിൽ ഓരോ സ്റ്റോണിൻ്റെയും ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റിച്ച് കൊണ്ടുപോകുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഗ്യാപ്പ് ഇട്ടിട്ട് 2 or 3 സ്റ്റോൺ ഇടവിട്ടിട്ടൊക്കെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷേ ഓരോ സ്റ്റോണിൻ്റെയും ഇടയിലായിട്ട് ഓരോ സ്റ്റിച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്ത് വരുമ്പോൾ പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സ്റ്റോണിന് ഇതുപോലെ ലൂസായി കിടക്കും. അപ്പോൾ അതത്ര ഭംഗിയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഓരോ സ്റ്റോണിൻ്റെയും ഇടയിലായിട്ട് ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കാം കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റോൺ ചെയിൻ ക്ലോത്തിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതല്ലാതെ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് വാഷ് ചെയ്യും തോറും ആ ഒരു സ്റ്റോണ് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഗ്ലൂവിൻ്റെ ആ ഒരു ഇതൊക്കെ പോയിട്ട് നമ്മൾ വാഷ് ചെയ്യും തോറും സ്റ്റോൺ ചെയിൻ ഇളകി പോരും. അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഞാൻ മുന്നേ ആരി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോൺ ചെയിൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആരി വർക്കിൻ്റെ ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം എങ്ങനെയാണ് വരുന്നതെന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ബാക്ക് വശം നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ബാക്ക് വശത്ത് സ്റ്റിച്ച് വരുന്നത് ഇതുപോലെയാണ്. നമ്മൾ നൈലോൺ ത്രെഡ് വെച്ചിട്ട് ചെയ്തത് കൊണ്ടാണ് അത്ര ത്രെഡ് വിസിബിളായിട്ട് കാണാത്തത്. അപ്പം ഇതാ കെട്ടിട്ട് കൊടുത്തത് അവിടെ കാണാൻ പറ്റും. ആ ഒരു ലോങ് കെട്ട് നമ്മൾ ലാസ്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഷോർട്ടാക്കിയിട്ട് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.